പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട കുടുംബങ്ങളുടെ വീട് അറ്റകുറ്റപ്പണി നടത്തിയതിൽ ക്രമക്കേടെന്ന ആരോപണം. കിളിമാനൂർ പഞ്ചായത്തിലെ ഈന്തന്നൂർ 1-ാം വാർഡിലാണ് പരാതി ഉയർന്നത്. വാർഡ് മെമ്പർ പറ്റിച്ചുവെന്നാണ് കബളിപ്പിക്കപ്പെട്ട കുടുംബം വ്യക്തമാക്കുന്നത്. പട്ടികജാതി ഫണ്ട് വഴി 2 വീടുകൾക്ക് 3 ലക്ഷം രൂപയാണ് കിട്ടിയത്. വീട്ടുകാർ കണ്ടെത്തിയ ജോലിക്കാരനെ മെമ്പറുടെ നിർദ്ദേശപ്രകാരം ഒഴിവാക്കിയെന്നും പഞ്ചായത്തിലെ താൽക്കാലിക ഡ്രൈവറായ സുധീറിനെ പണിയേൽപ്പിച്ചുവെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. കിരിയ മെമ്പർ തന്നെയാണ് ആളെ കൊണ്ടുവന്ന് ഇത് ചെയ്തത്. സുധീർ മെമ്പർ വന്നൊന്ന് നോക്കിയിട്ട് നമുക്ക് ശരിയാക്കി തരാൻ പറഞ്ഞ ആൾക്കാർ മെമ്പർ പറഞ്ഞെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തിനു എന്നെ നാണം കെടുത്തിക്ക ഈ പഞ്ചായത്തിൽ വന്നു എന്ന് പറഞ്ഞ് നമ്മളെ 3 ആൾക്കാരൊക്കെയാണ്. അല്ല ഇതിപ്പോ ഈ പുതുതായി ചെയ്തത് എന്തൊക്കെയാണ്? പുതിയതായിട്ട് ചെയ്തത് സാറേ ഇവിടെയും തറയും ഒന്ന് ഇട്ട് തന്നു, വേണ്ട ഈ സ്ലാബും ഇട്ട് തന്നു, ഈ കമ്പി അടിച്ചു തന്നതേ ഉള്ളൂ. പിന്നെ ഈ 2 ഓട് വയ്ക്കാനുള്ള കമ്പി, ആ ഓട് ഇവർക്കുള്ളതാണ്, ഓട് നമുക്കുള്ളതാണ്. പിന്നെ 300 ഓട് നമ്മളല്ലാതെ പൈസ കൊടുത്ത് വാങ്ങിക്കുകയാണ് സ്വന്തമായിട്ട് മേടിക്കുകയാണ്. ഈ മോളിലുള്ള ഈ കഴുക്കോലും അവര് ചെയ്തത് തന്നെ, അത് മാത്രമേ അവര് ചെയ്തുള്ളൂ. പക്ഷെ ഓടൊക്കെ നമ്മളെ ഈ പഴയ വീട്ടിലെ ഇത് എന്നുവെച്ചാ അവര് ഈ കതവിന് ഒരു കതവിന് 5000 രൂപയെന്ന് പറഞ്ഞാണ് ഇതാ ബില്ല് മുതൽ ഞങ്ങളെ തന്നിട്ടുള്ളത്. പഴയ കതവ് അല്ല, ഇത് വെളിയിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വന്നതാണ്. എന്നിട്ട് ഞങ്ങള് മെമ്പറിനെ മൊബൈലിൽ വിളിച്ചിട്ട് പറഞ്ഞു, മെമ്പർ വന്നൊന്ന് ഈ വീട് നോക്ക്. അപ്പോഴും മെമ്പർ പറയണെന്ന് വെച്ചാൽ ഞങ്ങൾ എന്തിനും മെമ്പറിനെ നാണം കെടുത്തുന്നു. മാഡം, നമ്മൾ ഇത് നാണം കെടുത്തിക്കാൻ നോക്കിയത് നമുക്ക് ഈ കൂര നല്ലോണം വെച്ച് തരാനോ മെമ്പറിനെ ചെന്ന് നമ്മൾ വിളിച്ചത്. പഞ്ചായത്തിൽ പോവാൻ ഞങ്ങളെ സമ്മതിക്കൂല. വിളിച്ചാ മെമ്പർ അവിടെ കാണത്തില്ല. ഒന്നീ മെമ്പർ തൊഴിലുറപ്പുകാർക്കുള്ള അടുത്ത് വന്നിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ ആശുപത്രിയിലെന്ന് പറയും നിങ്ങൾ പഞ്ചായത്തിൽ വരണ്ടെന്ന് പറയും. പിന്നെ പഞ്ചായത്ത് ഓഫീസിൽ ചെന്നിട്ട് ഞങ്ങൾ ആരായിടത്ത് പറയണത്? പിന്നെ സാറിനെ കാണാനായിട്ട് പോയപ്പോഴത്തേക്കിന് പറഞ്ഞ് സാറ് ലീവിലാണെന്ന് ഡിഒ. ആ സാറിനെ പോലെ ഈ മെമ്പർ അന്ന് നമ്മളെ കാണാൻ സമ്മതിച്ചു. ഇതിനൊക്കെ ഞാൻ ഫസ്റ്റ് ഗഡു അവര് ഫസ്റ്റ് 2 ഗഡുവായിട്ടല്ലേ തരുന്നത് ഈ പൈസ. ആദ്യം അഡ്വാൻസ് തന്നത് ആരെ പേരിന്? അതും ചന്ദ്രന്റെ പേര് തന്നെ. ആ അഡ്വാൻസിന്റെ പാസ്ബുക്ക് നിങ്ങൾ ഇവിടെ? അത് മെമ്പറുടെ കയ്യിലാണ് ഇരുന്നത്. അല്ല, അത് അവിടെ നമ്മൾ പൈസ എടുക്കാൻ പോകുമ്പോ അദ്ദേഹത്തിനല്ലേ പൈസ കൊടുക്കുന്നത്. പിന്നെ ഇങ്ങനെ ഇവരെ കയ്യിൽ ഇത് വന്ന് പൈസ? ഇവരെ കയ്യിൽ വന്നതെന്ന് പറഞ്ഞാൽ പാസ്ബുക്ക് മെമ്പറിന്റെ കയ്യിലാണ് ഇരുന്നത്. ഈ 2-ാം ഗഡു പൈസ വന്നപ്പോ മെമ്പർ വിളിച്ചു പറഞ്ഞ് പൈസ വന്ന് എടുത്തു താന്ന് പറഞ്ഞു. അപ്പോഴും എടുത്ത് നമ്മൾ കൊടുത്തെങ്കിലല്ലേ നമുക്ക് ഈ ബാക്കി പണിയും കൂടെ ചെയ്യാൻ പറ്റൂ. അങ്ങനെ പറഞ്ഞാണ് ഈ 2-ാം ഗഡു എടുത്ത് അതും വന്നത് ഈ സുധീറിന്റെ ജോലി ചെയ്യുന്ന ഒരു പയ്യനാണ് പറഞ്ഞു വിട്ടുന്നത്. എന്നിട്ട് പറഞ്ഞു, ഇനി എനിക്ക് ഈ പാസ്ബുക്ക് ആവശ്യമില്ല, നിങ്ങളെ പാസ്ബുക്ക് ഇതാ ഇരിക്കണം എന്ന് പറഞ്ഞ് പാസ്ബുക്കും തന്നു. ഇന്ന് വന്ന് ജോലി ചെയ്യുന്ന ആളെ വരുമെന്ന് പറഞ്ഞ് കാത്തിരുന്നിട്ട് മെമ്പറും വന്നിട്ടില്ല, ഈ സുധീറും വന്നിട്ടില്ല. വിളിക്കുമ്പോഴൊക്കെ സ്വിച്ച് ഓഫ് എന്ന് പറയും. അവര് പറയണെന്ന് വെച്ചാൽ, നിങ്ങളെ പണിയെല്ലാം ഞങ്ങൾ ചെയ്ത് തീർത്തു തന്നില്ല, ഇനി ഞങ്ങൾ എന്തിനു വരുന്നെന്നാണ് വെച്ചാൽ ഇങ്ങനെയാണോ മാഡം പണി ചെയ്ത് തീർത്തത്? ഇത് ആദ്യം നമ്മൾ കോൺക്രീറ്റ് ഇട്ടതായിരുന്നു, അതിന്റെ മണ്ടേ കൂടെയാണ് ഇതിട്ട് ചെയ്തത്. 50 കൂട്ട മെറ്റിലും 50 കൂട്ട പാറപ്പൊടിയും 10 ചാക്ക് സിമെന്റും. ബാക്കി സിമെന്റും പാറപ്പൊടിയും മെറ്റിലെല്ലാം അവരെ ജോലി തീർന്നപ്പോ അവര് വാരി കെട്ടിക്കൊണ്ട് പോവുകയും ചെയ്തു. മാഡം നമുക്ക് തരാന്ന് പറഞ്ഞാണ് ഇവരിതെല്ലാം ചെയ്ത് തരുമെന്നല്ലേ പറഞ്ഞത്. നമുക്ക് എഴുതാനും അവരെ കയ്യിൽ കൊടുത്തു. രണ്ടാമത്തതും കൊടുത്തു. ആദ്യത്തെ ഈ 75 കൊടുത്തപ്പോഴാണ് ഈ കമ്പിയും വന്നിട്ട് തന്നു. ഈ തറയും ഒന്ന് പൂശിയത്. സുധീറിനെ പണിയേൽപ്പിച്ചത് വാർഡ് മെമ്പറും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കൂടിയായ ഗിരിജയാണെന്നും കുടുംബം ആരോപിക്കുന്നു. വേഗം പണി തീർക്കേണ്ടത് കൊണ്ടാണ് സുധീറിനെ ഏൽപ്പിച്ചതെന്നും വാർഡ് മെമ്പർ ഗിരിജ പ്രതികരിച്ചു. വീട്ടുകാർ ഉന്നയിക്കുന്ന ആരോപണം കളവാണെന്നും അറ്റകുറ്റപ്പണി നന്നായി ചെയ്തുവെന്നും വാർഡ് മെമ്പറുടെ പ്രതികരണം. മാധ്യമവാർത്തകളുടെ അടിസ്ഥാനത്തിൽ വിഷയത്തിൽ മന്ത്രി OR കേളു ഇടപെട്ടു. അടിയന്തരമായി വിഷയം പരിശോധിക്കുമെന്നും വിഷയം പരിഹരിക്കുമെന്നും മന്ത്രി ഉറപ്പ് നൽകി. ആറ്റിങ്ങൽ MLA OS അംബിക സ്ഥലം സന്ദർശിച്ചു. അങ്ങനെ ഈ കൈപ്പറ്റിയെന്നാണ് ഞങ്ങൾ അറിയാൻ ഞങ്ങൾക്ക് സാധിച്ചത് ഇവിടെ വന്നപ്പോൾ. പക്ഷേ ഇതിൽ ഉദ്യോഗസ്ഥരുടെ ഒരു വാല്യുവേഷൻ ഉണ്ട്. ആ വാല്യുവേഷൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പൈസ കൊടുക്കുന്നത്. അതിൽ എത്രമാത്രം വാല്യുവേഷൻ കൊടുത്തിട്ടുണ്ടെന്നുള്ളത് ഡിപ്പാർട്ട്മെന്റുമായി ആലോചിച്ച് സമഗ്രമായ രണ്ടിന്റെ പഞ്ചായത്ത് അകത്തുള്ളതും കൃത്യമായും അറിയിച്ചുകൊണ്ട് ഒരു അന്വേഷണം നടത്തിക്കൊണ്ട് ആരാണോ ചെയ്തത് അവർക്കെതിരെ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നാണ് അവസരത്തിൽ പറയാനുള്ളത്.